ആക്സിയോസ് ഇൻ റിയാക്ട്. അതായത് ആക്സിയോസ് എന്ന് വെച്ചാൽ എന്താണ്? ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒരു ലൈബ്രറിയാണ് എന്തെന്ന് പറയുന്നത് ആക്സിയോസ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? മേക്ക് HTTP റിക്വസ്റ്റ് ഫ്രം ദി ബ്രൗസർ. അതായത് HTTP റിക്വസ്റ്റുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസറിൽ നിന്നും എടുക്കാനോ കൊടുക്കാനോ ഒക്കെ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ആക്സിയോസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ദിസ് പോപ്പുലർ ലൈബ്രറി ഈസ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബാക്ക് എൻഡ്. അതായത് നമുക്ക് എന്തുണ്ട്? നമുക്ക് ഫ്രണ്ട് എൻഡ് ഉണ്ട് ഇല്ലേ? നമ്മൾ ഫ്രണ്ട് എൻഡ് ഉണ്ട്, പിന്നെ ബാക്ക് എൻഡ് ഉണ്ട്. ഇപ്പോൾ ഒരു പൈത്തൺ ഫുൾ സ്റ്റാക്കുകാരാണെങ്കിൽ പൈത്തൺ ആണ് ബാക്ക് എൻഡ് വരിക, ഫ്രണ്ട് എൻഡ് എന്താ വരിക? ഒന്നെങ്കിൽ ഡിജാങ്കോ അല്ലെങ്കിൽ എന്ത് വരും? റിയാക്ട് വരും. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡിനെയും ബാക്ക് എൻഡിനെയും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പോപ്പുലർ, രണ്ടിനും കൂടി എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറി ആണെന്ന് പറയുന്നത് ആക്സിയോസ് എന്ന് പറയുന്ന ലൈബ്രറി. ഓക്കെ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിയാക്ട് ഇറ്റ് ഹെൽപ്സ് യു ടു ഫെച്ച് ഡാറ്റ from APIs and handle responses, making it easier to communicate with a backend server. അതായത് റിയാക്ടിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക, API അറിയില്ലേ? എന്താണ് API എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. എന്താണ് API എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. അതായത് ഇറ്റ് ഹെൽപ്പ് യു ടു ഫെച്ച് ഡാറ്റ ഫ്രം API. അതായത് ഒരു API എന്ന് വെച്ചിട്ട് ഒരു API നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു API തരും, അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എന്താണ് API ഞാൻ പറഞ്ഞുതരാം. അതിൽ നിന്നും ഡാറ്റാസിനെ ഫെച്ച് ചെയ്യാം. ഫെച്ച് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എടുത്തിട്ട് ഇറ്റ് ഹെൽപ്പ് യു ടു ഫെച്ച് ഡാറ്റ ഫ്രം APIയിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് എന്ത് ചെയ്യും? ഹാൻഡിൽ റെസ്പോൺസസ്. അതായത് എടുത്ത സാധനത്തിനനുസരിച്ച് എന്ത് കൊടുക്കും? റെസ്പോൺസ് കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്സിയോസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബാക്ക് എൻഡ്. ഓക്കെ, ഇനി എന്താണ് ഈ API എന്ന് പറഞ്ഞുതരാം. API എന്ന് വെച്ച് പറഞ്ഞാൽ നിങ്ങൾ റൗട്ടിങ് പഠിച്ച സമയത്ത് ഇതുപോലെ സ്ലാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബ്ലോഗ്, അതുപോലെ /കോണ്ടാക്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ API എന്ന് പറയാം. വേറെ ഒന്നും നോക്കണ്ട. ഇപ്പം ഞാൻ ഇപ്പം ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്, അതായത് ഒരു യൂസറിൻ്റെ റിക്വസ്റ്റ് എന്താണോ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചതാണെങ്കിൽ, ഞാൻ ആമസോണിൻ്റെ വെബ്സൈറ്റിൽ പോവാണ്ട്, ആമസോണിൻ്റെ വെബ്സൈറ്റിൽ പോയി. ഓക്കെ, അപ്പം എൻ്റെ റിക്വസ്റ്റ് എന്തായിരുന്നു? ആമസോൺ ആയിരുന്നു അല്ലേ എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് ആമസോണിൻ്റെ സൈറ്റിൽ പോകണം. അപ്പോൾ ഇവിടെ കണ്ടോ ഒരു ഫുൾ പാത്ത് വന്നിരിക്കുന്നുണ്ട്, ആമസോണിൻ്റെ http://www.com amazon.in എന്ന് പറഞ്ഞിട്ട്. ഇതാണ് API എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഹോട്ടലിൽ പോയിട്ട് എന്താണ്? ഹോട്ടലിൽ പോയിട്ടിരുന്നു. അപ്പോൾ വെയിറ്റർ വരും. ഇത് നമ്മുടെ വെയിറ്ററാന്ന് കരുതുക. വെയിറ്റർ വന്നു, ഞങ്ങൾ എന്തോ നമ്മുടെ അടുത്തേക്ക് വരും ഇല്ലേ? നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും എന്താണ് നമ്മുടെ ഓർഡർ ചോദിക്കും. അപ്പോൾ ഞാനൊരു ചിക്കൻ ബിരിയാണി പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞു? ചിക്കൻ ബിരിയാണി ഞാൻ ഇയാളോട് പറഞ്ഞു. ഞാനതിപ്പോൾ എന്ത് ചെയ്യും? കിച്ചണിൽ പോയിട്ട് പറയും ഒരു ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഒരു ചിക്കൻ ബിരിയാണി എടുത്ത് കൊടുത്ത് ഇയാളിൽ കൊടുക്കും, പിന്നെ എവിടെ എത്തും? കൊടുക്കും. അപ്പോൾ ഇയാളാണ് ആര്? നമ്മുടെ API എന്ന് പറയുന്നത്. അതായത് എൻ്റെ റിക്വസ്റ്റിനനുസരിച്ചിട്ട് എനിക്ക് എന്ത് തരിക? റെസ്പോൺസ് തരിക. അതായത് ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു, അതെന്ത് ചെയ്തു? അതെനിക്ക് ആ ചിക്കൻ ബിരിയാണി തന്നെ അയാൾ എന്ത് ചെയ്യും? കൊണ്ടുതരും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നതാണ് നമ്മൾ പറയുക API എന്ന് പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മുടെ ഈ പാത്ത് നോക്കിയാൽ എൻ്റെ റിക്വസ്റ്റ് എന്താണ്? റിയാക്റ്റിൻ്റെ ഈ നോട്ടാണ് എൻ്റെ റിക്വസ്റ്റ്. അപ്പോൾ ഞാൻ ആ റിക്വസ്റ്റ് കൊടുത്ത സമയത്ത് എന്ത് ചെയ്തു? API എന്ത് ചെയ്തു? എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് എനിക്ക് ഡിസ്പ്ലേ ആക്കി തന്നു. ഓക്കെ, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് റെഫ്രിജറേറ്റേഴ്സ് വേണം. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് എന്താണ്? റെഫ്രിജറേറ്ററാണ്. അപ്പോൾ നമ്മുടെ ഈ പാത്ത്, ഇവിടുത്തെ ഈ പാത്ത് നമ്മൾ API എന്ന് പറയും. അപ്പോൾ എൻ്റെ പാത്ത്, അപ്പോൾ എനിക്ക് എന്ത് വന്നു? എനിക്ക് റെഫ്രിജറേറ്റർ റെസ്പോൺസ് ആയിട്ട് കിട്ടില്ലോ. ഓക്കെ, അത് നമ്മൾ എന്ത് പറയാം? API എന്ന് പറയാം. ഓക്കെ, ഇനി നോക്കാം. ഇനി നമ്മളിവിടെ HTTP റിക്വസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് HTTP റിക്വസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് HTTP റിക്വസ്റ്റുകൾ. HTTP റിക്വസ്റ്റ് ആർ ദ ഫൗണ്ടേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് എ സെർവർ. അതായത് HTTP റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? HTTP റിക്വസ്റ്റുകൾ വെച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഞാൻ എന്ത് ആവശ്യപ്പെട്ടു? ഞാൻ ആമസോണിൻ്റെ വെബ്സൈറ്റിൽ പോയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് എനിക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഇതൊക്കെ നടക്കുക.
ഈ പാത്തുകളാണ് നമ്മൾ സ്ലാഷ് ആമസോൺ /റെഫ്രിജറേറ്റർ ഇതൊക്കെയാണ് നമ്മൾ പറയാം API. അപ്പോൾ ഇതൊക്കെ ഈ API വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ HTTP റിക്വസ്റ്റ് വേണം. അതായത് API എങ്ങനെയാണ് വരേണ്ടത്? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയിട്ട് പറയാം. ദീസ് റിക്വസ്റ്റ് ആർ യൂസ്ഡ് ടു ഫെച്ച് ഓർ സെൻഡ് ഡാറ്റ. അതായത് ഈ HTTP റിക്വസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഒരു ഡാറ്റനെ ഫെച്ച് ചെയ്യോ സെൻഡ് ചെയ്യോ ചെയ്യാം. ഓക്കെ, ദെൻ എനേബിളിംഗ് ദ ഫങ്ഷണാലിറ്റി ഓഫ് വെബ് ആപ്ലിക്കേഷൻസ് ആൻഡ് APIs. ഓക്കെ, ഇനി നമുക്ക് 4 കുറേ ടൈപ്സ് നമുക്ക് HTTP പഠിക്കാനുണ്ട്. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ 4 റിക്വസ്റ്റുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഞാൻ ആമസോണിൻ്റെ ഇപ്പോൾ ബ്രൗസറിൽ പോയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് വന്നു? ആ ആമസോണിൻ്റെ വെബ്സൈറ്റ് എനിക്ക് ഡിസ്പ്ലേ ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ നോക്കാം, ഇതൊക്കെ പെർഫോം ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്? ഇപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ എനിക്കത് കിട്ടുന്നുണ്ട്. അതൊക്കെ ഈ HTTP റിക്വസ്റ്റുകൾ വെച്ചിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് മെത്തേഡാണ് ഗെറ്റ്. ഈ ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യാം? ഗെറ്റ് എന്ന് യൂസ് ചെയ്യുന്നത് റിട്രീവ് ഡാറ്റ ഫ്രം ദി സെർവർ. അതായത് സെർവറിൽ എന്തുണ്ട്? ഇപ്പം ഞാൻ ആമസോണിൽ നിന്ന് അടിച്ചു കൊടുത്തു. ഇപ്പോൾ ഞാനിവിടെ ആമസോണിൽ അടിച്ചു കൊടുത്ത സമയത്ത് എനിക്ക് എന്ത് കിട്ടി? സെർവറിൽ നിന്ന് ആമസോൺ വന്നൂല്ലോ. അപ്പോൾ എന്താണ് ഗെറ്റ്? അപ്പോൾ ഗെറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിട്രീവ് ഡാറ്റ ഫ്രം ദി സെർവർ. സെർവറിൽ നിന്നും ഡാറ്റനെ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് ഗെറ്റ് എന്ന് പറയുന്നത്. പോസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് യു ടു സെൻഡ് ഡാറ്റ ടു ദ സെർവർ. അതായത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പോസ്റ്റ് ഇടും. ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഞാൻ സെർവറിലോട്ട് എന്ത് കൊടുക്കുകയാണ്? ഡാറ്റ കൊടുക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? പോസ്റ്റ് എന്ന് പറയുന്ന HTTP റിക്വസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റേനെ സെർവറിലോട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത മെത്തേഡാണ് പുട്ട് എന്ന് പറയുന്നത്. പുട്ട് എന്താണ്? അപ്ഡേറ്റ് ആൻഡ് എക്സിസ്റ്റിംഗ് റിസോഴ്സ് ഓൺ ദി സെർവർ. അതായത് ഇപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടുമല്ലോ, അതിന് പോയിട്ട് ക്യാപ്ഷൻ മാറ്റി എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് ചെയ്തു. അപ്പോൾ എന്താണ്? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സസിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന HTTP റിക്വസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? പുട്ട് എന്ന് പറയുന്നത്. ഡിലീറ്റ് എന്തായിരിക്കും? ഇപ്പോൾ ഞാനിട്ട പോസ്റ്റിന് എനിക്ക് സെർവറിൽ നിന്ന് കാണണം, എൻ്റെ പേജിൽ നിന്ന് കാണണം. അപ്പോൾ യൂസ് ചെയ്യുന്ന റിക്വസ്റ്റ് ആണെന്ന് പറയുന്നത് ഡിലീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ്യൂസ് എന്ന് വെച്ചാൽ ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? HTTP റിക്വസ്റ്റുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ്? കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബാക്ക് എൻഡ്. ഇതെന്ത് ചെയ്യും? ഇറ്റ് ഹെൽപ്സ് യു ടു ഫെച്ച് ഡാറ്റ ഫ്രം ദി APIയിൽ നിന്ന് ഈ HTTP റിക്വസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? API എന്നുള്ള ഡാറ്റകളൊക്കെ നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുല്ലോ. npm ഇൻസ്റ്റാൾ റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നല്ലോ. പാക്കേജ് അല്ല, ലൈബ്രറി ആണ് കേട്ടോ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഫ്രണ്ട് എൻഡിൻ്റെ ബാക്ക് എൻഡ് ആയിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ API ആയിട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ആക്സിയോസ് യൂസ് ചെയ്യണം. അപ്പോൾ ഈ ആക്സിയോസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കമാൻഡ് ആണ് npm ഇൻസ്റ്റാൾ ആക്സിയോസ്. നമ്മളെങ്ങനെ റിയാക്റ്റിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ npm ഇൻസ്റ്റാൾ റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ ബൂട്ട്സ്ട്രാപ്പിന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെയാണോ ബൂട്ട്സ്ട്രാപ്പിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ ഇതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം? ആക്സിയോസിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെർമിനലിൽ വന്നിട്ട് എന്ത് ചെയ്യണം? npm ഇൻസ്റ്റാൾ ആക്സിയോസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ app.js എന്ന് പറഞ്ഞ ഫയലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്തു, then എന്ത് ചെയ്യണം? അതിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ എന്ത് പേര് കൊടുത്താൽ? ഇമ്പോർട്ട് ആക്സിയോസ് ഫ്രം ആക്സിയോസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു കോഡ് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു HTTP കോളൻ. ഇതെന്താണ്? ഇതൊരു API ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ബ്രൗസറിൽ പോയിട്ട് JSON നമുക്ക് കുറച്ച് ഫേക്ക് JSON പ്ലേസ് ഹോൾഡർ എന്ന് ടൈപ്പ് ചെയ്യാം. അതായത് ഈ JSON പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റാണ്. അതായത് ഇതിൽ കുറേ APIs ഉണ്ട്, കുറേ ഫേക്ക് APIs ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നോക്കുക, ഇവിടെ കണ്ടോ പോസ്റ്റ് എന്ന് പറയുന്നത്? ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ആ റിക്വസ്റ്റ്, അതായത് ആ APIയിൽ എന്താണോ ഉള്ളത്, അതായത് http:/JSON placeholder.typecode.com/post എന്ന് പറയുന്ന API. ആ APIയിൽ എന്തൊക്കെയാണുള്ളത്? കുറേ ഒരു 100 കണക്കിന് ഡാറ്റാസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ API ആണ് എന്താ ചെയ്യുക? ഈ API ഉപയോഗിച്ചിട്ട് ഞാൻ വർക്കിംഗ് ആണോ വർക്കിംഗ് അല്ലേ എന്ന് പറയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഈ API ഞാൻ കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം?
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്ത് HTTP മെത്തേഡ്സ് ഉപയോഗിച്ചാണ് പോസ്റ്റ് ചെയ്യണോ ഗെറ്റ് ചെയ്യണോ എന്നൊക്കെ നോക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അതാണ് നമ്മൾ നോക്കാൻ വന്നത്. ആ APIയിൽ നിന്ന് നമുക്ക് ഇവിടെ നമുക്ക് അതിലുള്ള, അതായത് ഈ APIയിൽ ഇപ്പോൾ എന്തുണ്ട്, ഈ ഒരു ഡാറ്റാസ് ഉണ്ട് അല്ലേ, ആ ഡാറ്റാസിനെ നമുക്ക് നമ്മുടെ ഇതിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഫെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊരു സ്റ്റേറ്റ് നമുക്ക് ഡിസ്പ്ലേ ആക്കി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒരു സ്റ്റേറ്റ് കൊടുത്തു. സ്റ്റേറ്റിൽ എന്തൊക്കെയാണ് ഡാറ്റ എന്നും കൊടുത്തു, സെറ്റ് ഡാറ്റയും കൊടുത്തു. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ യൂസ് എഫക്റ്റ് എന്ന് പറയുന്ന എന്ത് ഹുക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോവാണ്. ഈ ഹുക്കിനുള്ള എന്ത് ചെയ്തു, ഒരു ആരോ ഫംഗ്ഷനുള്ള ഇതിലേക്കാണ് ഈ നോക്കുക. നമ്മൾ HTTP മെത്തേഡ്സ് ആയിട്ടുള്ള ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ് ഒക്കെ നോക്കി. ഇതൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ axios.get എന്ന് പറഞ്ഞ, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ആ മൊഡ്യൂൾ ഗെറ്റ് ആണെങ്കിൽ ഗെറ്റ്, പുട്ടാണെങ്കിൽ പുട്ട്, പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ്, ഡിലീറ്റ് ആണെങ്കിൽ ഡിലീറ്റ്. നമ്മൾ തന്നെ ഗെറ്റ് യൂസ് ചെയ്യുന്നത്, അതായത് ഗെറ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഗെറ്റിനുള്ള എന്താ കൊടുത്തേക്കുന്നത്, ഈ ഒരു API കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ കിട്ടുക, ഈ ഗെറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, ഇതിലുള്ള ഇതിനെ നമുക്ക് കിട്ടും. അതായത് ഈ APIയിൽ എന്താണോ ഉള്ളത് ആ ഡാറ്റേനെ നമുക്ക് കിട്ടും, റിട്രീവ് ചെയ്യുക അല്ലെ ഗെറ്റ്. അപ്പം നമ്മൾ axios.getനുള്ളിൽ എന്ത് കൊടുത്തു, ആ API നമ്മൾ കോപ്പി ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനി നോക്കാം, ഡോട്ട് ദെൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇത് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ഡാറ്റേനെ എന്ത് ചെയ്യും, ഡാറ്റേനെ വിളിക്കും. അല്ല അത് വർക്ക് ചെയ്യില്ലെങ്കിൽ എന്താണ് എറർ എന്ന് വെച്ചാൽ അതിനെ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ വരിക. എനിക്കിത് ഞാൻ ജസ്റ്റ് ഫെച്ച് ചെയ്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ ഈ കോഡിൽ. എനിക്ക് എന്താണ് വേണ്ടത്, എനിക്കതിനെ എൻ്റെ ബ്രൗസറിൽ ഡിസ്പ്ലേ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, റിട്ടേണിൽ കൊടുക്കണം. നമുക്കറിയാം എന്താണ് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റിട്ടേണിന് മുകളിലാണ് കൊടുക്കുക. റിട്ടേണിൻ്റെ ഉള്ളിൽ എന്താ കൊടുക്കുക, നമ്മൾ ബ്രൗസറിൽ ഡിസ്പ്ലേ ആവേണ്ട കാര്യങ്ങൾ. അപ്പം ഞാനൊരു ജസ്റ്റ് ഒരു ഡിവ് ടാഗിനുള്ളിൽ H1 ഫെച്ച് ചെയ്യപ്പെടാൻ കൊടുത്തു. ഇനി ഞാനൊരു മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. നമുക്കറിയാം എന്താണ്, ഞാൻ ഓൾറെഡി ഇവിടെ സ്റ്റേറ്റ് സെറ്റ് വെച്ചിട്ട്, അപ്പോൾ ഡാറ്റ ഡോട്ട് മാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചെന്ത് കിട്ടും, നമുക്കറിയാം മാപ്പ് ഫംഗ്ഷൻ വിളിച്ചെന്താ കിട്ടുക, ഓരോ ഡാറ്റയും നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും അല്ലേ, ഓരോ ഡാറ്റയും കിട്ടും, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ഞാൻ എന്ത് ചെയ്തു, ഐറ്റം ജസ്റ്റ് എന്ത് കൊടുത്തേക്കാണ്, അതിനെ ഡിസ്പ്ലേ ആക്കാനുള്ള കോഡാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നോക്കുക, അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കുക, ഇതിലെന്തിട്ടുള്ളത്, ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഈ ഡാറ്റ എൻ്റെ റിയാക്ട് ആപ്പിൽ കിട്ടും. കണ്ടോ, ഞാനിപ്പോൾ ജസ്റ്റ് എന്താ കൊടുത്തേക്കുന്നത്, ഞാനിപ്പോൾ അതിനെ വിളിച്ചേക്കുന്നത് ഐറ്റം ഡോട്ട് ടൈറ്റിലിനെ വിളിച്ചേക്കുന്നത്. അപ്പം എനിക്ക് ഇതിൻ്റെ ടൈറ്റിൽസ് മാത്രമാണ് വന്നേക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ വേറെ എന്തൊക്കെയുള്ളത്, ഈ പ്ലേസ് ഹോൾഡറിൽ ഇപ്പോൾ ബോഡി വിളിക്കുകയാണെങ്കിൽ ഐറ്റം ഡോട്ട് ബോഡി വിളിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ആ APIയിലത്തെ ബോഡിയിൽ എന്താണുള്ളത് അതൊക്കെ വരും. നോക്കാം, വരും, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വരും കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ.